Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി നഗരസഭ കടന്നുപോകുന്നത് വികസന മുരടിപ്പിന്റെ 4 വർഷങ്ങളിലൂടെയെന്ന് ആരോപണം. LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഡിസംബർ 20-ന് നഗരസഭാ കവാടത്തിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിക്കും. നഗരസഭയുടെ പരിപാടികളുമായി ഇനി മുതൽ സഹകരിക്കില്ലെന്നും പ്രതിപക്ഷം. അങ്കമാലി നഗരസഭയിൽ UDF ഭരണസമിതി നിലവിൽ വന്ന് 4 വർഷമാകുമ്പോൾ നഗരസഭ വികസന മുരടിപ്പിലെന്ന് ഇടതുമുന്നണി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പേരിന് പോലുമുള്ള ഒരു വികസന പ്രവർത്തനം പോലും നഗരസഭാ പ്രദേശത്ത് നടക്കുന്നില്ല. അഴിമതിയും അധികാര സ്ഥാനങ്ങളുടെ വീതം വയ്പും മാത്രമാണ് കോൺഗ്രസ് ഭരണസമിതിയുടെ മുഖമുദ്ര. മുൻ LDF ഭരണസമിതി രൂപം കൊടുത്ത വികസന പദ്ധതികളെയെല്ലാം അട്ടിമറിച്ചും പുതിയതായി ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെയും അങ്കമാലിക്ക് ശാപമായി മാറിയിരിക്കുകയാണ് നിലവിലെ കോൺഗ്രസ് ഭരണസമിതിയുടെ പ്രവർത്തനമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് പറഞ്ഞു. അങ്കമാലി നഗരസഭയിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഡിസംബർ മാസം 4 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 4 വർഷക്കാലം കൊണ്ട് അങ്കമാലി ജനതയ്ക്ക്, പൊതുസമൂഹത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി എന്ത് നേട്ടമാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്നാണ് മറുപടി. ഇവരൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, മുൻ LDF ഭരണസമിതി തുടങ്ങി വച്ചതും നടപ്പാക്കിയതും വിഭാവനം ചെയ്തതുമായിട്ടുള്ള പല പദ്ധതികളെയും അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് അവരുടെ നേതൃത്വം അങ്കമാലി നഗരസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷക്കാലത്ത് ഇവരുടെ ഭരണ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി നഗരസഭ ഓഫീസിന് മുന്നിൽ അങ്കമാലിയിലെ LDFന്റെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു പത്രസമ്മേളനം LDFന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും നടപ്പാക്കാനും മുൻ ഭരണസമിതിക്ക് കഴിഞ്ഞിരുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രസവ വാർഡ്, മാതൃശിശു യൂണിറ്റും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇങ്ങനൊരു പദ്ധതി മുൻ ഭരണസമിതി നടപ്പാക്കിയത്. എന്നാൽ ഇന്ന് ഇതെല്ലാം അടച്ചുപൂട്ടി കോടാനുകോടിയുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. ഒരു സിസേറിയൻ സ്വകാര്യ ആശുപത്രി നടക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വരും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ധരിക്കുന്നത് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രിയിലെ പ്രസവ വാർഡും മാതൃശിശു യൂണിറ്റും അടച്ചു പൂട്ടിയതാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റ് കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ 11 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനായ ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. പ്രവർത്തനോദ്ഘാടനം നടത്തി 11 മാസം പിന്നിട്ടിട്ടും ഇന്ന് വരെ ഒരാളെ ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ചെയ്യുന്ന രോഗികളാണ് നിലവിലുള്ളത്. ഇഷ്ടംപോലെ രോഗികളാണ് അങ്കമാലി നഗരസഭ പ്രദേശത്ത് തന്നെ ഉള്ളത്. ഒരു ഡയാലിസിന് 2000-3000 വെച്ച് വരാണ്. അപ്പോൾ ഒരു മാസം തന്നെ 40,000 രൂപയാണ് ഒരു ഡയാലിസിസ് രോഗി, കിഡ്നി രോഗി
ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി മുടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടത്തി ഒരു വർഷക്കാലമായിട്ടും അത് പ്രവർത്തിപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് യാതൊരു മറുപടിയും, തൃപ്തികരമായ ഒരു മറുപടിയും നഗരസഭാ കൗൺസിലിന് മുമ്പാകെ അവതരിപ്പിക്കാനോ പൊതുസമൂഹത്തെ അറിയിക്കാനോ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. അതും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യത്തിന് സംശയത്തിന്റെ മുൾമുനയിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി നിൽക്കുന്നത്. ഒപ്പം തന്നെ അങ്കമാലി നഗരസഭ മാർക്കറ്റിൽ നിങ്ങളൊന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. 1,20,00,000 രൂപ ചെലവഴിച്ച്, അതിന്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. 120 ലക്ഷം രൂപ ചെലവഴിച്ച് ജലശുദ്ധീകരണ പ്ലാന്റ് അങ്കമാലി നഗരസഭ പുതിയ മാർക്കറ്റിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പിടികിട്ടാത്ത അവസ്ഥയാണ്. ആരാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മറുപടി ഇല്ലാത്ത അവസ്ഥയാണ്. 120 ലക്ഷം രൂപ, എത്രയോ കുടുംബങ്ങൾക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിരുന്ന പദ്ധതി അത് കുറെ കാലമായി പ്രവർത്തിക്കുന്നില്ല. തന്നെയുമല്ല, അതിന്റെ കറണ്ട് ചാർജ് 2 മാസം കൂടുമ്പോൾ 46,000 50,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് ഇനത്തിൽ അങ്കമാലി നഗരസഭ ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ടൗണിലെ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഓടകളിൽ നിന്ന് വരുന്ന കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ ട്രീറ്റ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള തൊട്ടികളെ നേരെ മാങ്ങാലിത്തോട്ടിലേക്ക് പോവാണ്. ആ വെള്ളം ട്രീറ്റ് ചെയ്യുന്നില്ല, ആ വെള്ളം നേരെ പോവാണ്. പശുവിനെ ഇറക്കുന്നതിന്റെ ചോര ഉൾപ്പെടെ നേരെ പോകുന്നു. ഏതോ കുറച്ച് വെള്ളം അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 6,000 ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നവർ പറയണത്. കുറെ കാലങ്ങളായി അത് നശിച്ചു കിടക്കുകയാണ്. 46,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നു. 120 ലക്ഷം രൂപ അതിന് ചെലവുണ്ട്. ആ പദ്ധതി പാഴായ ഒരു അവസ്ഥയാണ്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് അങ്കമാലി നഗരസഭ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. OWC, ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ. അതും ലക്ഷങ്ങൾ മുടക്കിയാണ് അവിടെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളത്. അത് പ്രവർത്തിപ്പിക്കുന്നില്ല. പ്രവർത്തിപ്പിക്കാത്ത മെഷീന് 26,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് കാശ് അടയ്ക്കുകയാണ് ഈ നഗരസഭ. എന്തിനു വേണ്ടിയാണ് ഈ പൈസ അടയ്ക്കുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ആ പറയുന്ന OWC ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആ ഇരിക്കുന്ന ഭാഗം താഴിട്ട് പൂട്ടിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ അത് മാർക്കറ്റിൽ അടിച്ചു വാരുന്ന വേസ്റ്റ് ചാക്കിൽ കെട്ടി സൂക്ഷിക്കാൻ വേണ്ടി അവിടെ കുന്നുവച്ചേക്കാണ്. അതല്ലാതെ ഒരു പ്രവർത്തനവും യന്ത്രത്തിന്റെ ഭാഗത്തുനിന്നില്ല. മറ്റൊന്ന്, പഴയ നഗരസഭാ ഓഫീസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പലവട്ടം സമരം നടത്തിയിട്ടുള്ളതാണ്. പഴയ നഗരസഭാ ഓഫീസിന്റെ കെട്ടിടം അറ്റകുറ്റിപ്പണി ചെയ്യണ കാര്യം പറഞ്ഞ് 4 വർഷമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു നടപടിയും പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ശരിയാക്കാം എന്നുള്ളൊരു വാക്ക് കുതിരവട്ടമപ്പ് പറയുന്നത് പോലെയുള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ യാതൊരു നടപടിയും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. ഏത് സമയത്തും ആ കെട്ടിടം നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ കെട്ടിടത്തിന്റെ പിന്നാമ്പുറം പോയി നോക്കിയാൽ നമുക്കറിയാം, മുമ്പിലും പുറകിലും അതിന്റെ അകത്തൊക്കെ ജൈവമാലിന്യങ്ങളും അതുപോലെ തന്നെ ടൗൺ ഉൾപ്പെടെ അടിച്ചു വാരുന്ന വേസ്റ്റുകൾ നിരവധിയാർന്ന ചാക്കുകളിൽ കെട്ടി അവിടെ വെച്ചേക്കാണ്. ബഹുമാനപ്പെട്ട ഗ്രേസി ദേവസ്വയുടെ വീടിന്റെ തൊട്ട് പുറകിലാണ്. ഇവിടുന്ന് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യമെല്ലാം ഒലിച്ചിറങ്ങി ആ കിങ്ങിണി രമണി ചെന്ന് തൊട്ടടുത്ത കുളത്തിൽ ചെന്ന് ചാടി ആ പ്രദേശത്ത് ആകെ രോഗം, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം നഗരസഭ സ്വീകരിക്കുകയാണ്. പോയി നോക്കി അറിയാം, ഞങ്ങൾ വെറുതെ പറയുന്നല്ലോ. അങ്കമാലി നഗരസഭയുടെ ചുറ്റും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുക. ഒപ്പം തന്നെ പട്ടിയും പൂച്ചയും മലമൂത്ര വിസർജനം നടത്തി മഴ പെയ്യുമ്പോൾ ഈ പറയുന്നത് എല്ലാം ഒഴുകി ചെന്ന് ആ കുളത്തിൽ ചെന്ന് ആ പ്രദേശത്ത് ജലസ്രോതസ്സുകൾ ആകെ മലിനമാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുകയാണ്. 9-ാം വാർഡിൽ വളവഴിയിൽ 1.5 കോടി രൂപ മുടക്കി ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഒരു ഭവന സമുച്ചയം നിർമ്മിക്കാൻ 2 വർഷം മുമ്പ് മുൻ ചെയർമാൻ റജി മാത്യു രാജിവെക്കുന്നതിന് മുമ്പ് അവിടെ തറക്കല്ലിട്ടതാണ്. തറക്കല്ലിട്ടിട്ട് 2 വർഷം പിന്നീടാണ്. ഒരു കല്ല് പോലും അവിടെ എടുത്തു വെച്ചിട്ടില്ല. അത് കാട് മൂടി വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു നടപടിയും പൂർത്തീകരിച്ചിട്ടില്ല. ബഹുമാനായ നഗരസഭാ ചെയർമാൻ മാത്യു തോമസിന്റെ വാർഡിരിക്കുന്ന പ്രദേശം 14-ാം വാർഡ്, അവിടെ നിന്ന് നായത്തോട് ഭാഗത്തേക്ക്, ചെത്തിക്കോടിൽ നിന്ന് നായത്തോട്ടേക്ക് ഒരു ആരോഗ്യവാദം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം 1 വർഷം മുമ്പ് ഒരു തറക്കല്ലിട്ട് അവിടെ. ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷന്റെ അനുമതി ഇല്ലാതെ ലിഫ്റ്റ് ഇറിഗേഷന്റെ സ്ഥലത്ത് ആരോഗ്യവാദം നിർമ്മിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ആരോഗ്യവാദം അത് തന്നെ. ഇതുവരെ അനുമതി വാങ്ങിച്ചിട്ടില്ല, ഒരു നടപടിയും പൂർത്തീകരിച്ചിട്ടില്ല. ഉദ്ഘാടനം നടത്തി കൊട്ടി കോടിച്ച് ചണ്ടമേളോടി ഉദ്ഘാടനം നടത്തി പത്രവാർത്ത വന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇന്ന് വരെ നടന്നിട്ടില്ല. ഒപ്പം തന്നെ അങ്കമാലി പട്ടണത്തിലെ അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. LDF അല്ലെങ്കിൽ കൗൺസിലർമാര് കൗൺസിൽ യോഗത്തിൽ അല്ലെങ്കിൽ പുറത്ത് സമരം ചെയ്യുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ ഭാഗമായി അവിടെ പലപ്പോഴും യോഗങ്ങൾ, പ്രകസന യോഗങ്ങൾ നടക്കാറുണ്ട്. MLA ഉൾപ്പെടെ പങ്കെടുത്ത് യോഗം നടത്താറുണ്ട്.
യോഗം നടത്തി പത്രത്താളുകളിൽ വലിയ വാർത്ത അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ചാനലുകളിൽ വലിയ വാർത്ത കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ശാശ്വതമായെന്ന് മാത്രമല്ല ഒരു അനക്കം പോലും ഒരു കാര്യത്തിൽ ഇടപെടാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. അങ്കമാലി പട്ടണം ഇപ്പോൾ തന്നെ നമ്മൾ പത്രസമ്മേളനത്തിൽ വരുമ്പോൾ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കിലാണ്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ നികുതി വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, റവന്യൂ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കോടാനുകോടി രൂപ, ഏകദേശം ഒരു 10-16 കോടി രൂപ ഇവര് എയർപോർട്ടിൽ തന്നെ പിരിച്ചെടുക്കാനുണ്ട്. എന്തിനു വേണ്ടിയാണ് എയർപോർട്ട് സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എയർപോർട്ടിന്റെ ഭാഗത്ത് കിട്ടാനുള്ള പൈസ മേടിക്കണമല്ലോ. അത് മറ്റെന്തെങ്കിലും സെറ്റിൽമെന്റ് ആണെങ്കിൽ അങ്ങനെ, അത് ഈ പറയുന്ന റവന്യൂ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അങ്കമാലി നഗരസഭ ഓഫീസിലെ CCTVകൾ കഴിഞ്ഞ കുറെ കാലമായി നിശ്ചലമാണ്, ഒന്നും പ്രവർത്തിക്കുന്നില്ല. കൈക്കൂലിക്ക് കളമൊരുക്കുന്നതിന് വേണ്ടി CCTV പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും തെറ്റു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒപ്പം തന്നെ അവിടെ ഒരു മുലയൂട്ടൽ കേന്ദ്രം കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നമ്മൾ ആരംഭിച്ചാണ്. മുലയൂട്ടൽ കേന്ദ്രം അതെല്ലാ സർക്കാർ ഓഫീസുകളും വേണമെന്ന് നിർബന്ധം ചട്ടമുള്ളതാണ്. ആ മുലയൂട്ടൽ കേന്ദ്രം കഴിഞ്ഞ കുറെ വർഷക്കാലമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫോട്ടോ എടുത്തു. ഇന്നിപ്പോ അവിടെ അവന്റെ ഈ മുലയൂട്ടൽ കേന്ദ്രം വേസ്റ്റ് തള്ളുന്ന കേന്ദ്രമാക്കി മാറ്റി വെച്ചേക്കാറുണ്ട്. ഇപ്പൊ അതെല്ലാം മാറ്റി ക്ലീൻ ആക്കി കൊടുക്കുന്ന ഒരു പണിക്ക് നടക്കാണ്, വർഷങ്ങളായിട്ട് നടച്ചിട്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പുല്ലുവെട്ടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അങ്കമാലി നഗരസഭയിൽ 46ഓളം ശുചീകരണ വിഭാഗം തൊഴിലാളികളുണ്ട്. പഞ്ചായത്തുകളിലൊന്നും ശുചീകരണ വിഭാഗം തൊഴിലാളികൾ 1-2 ഉണ്ടാവുള്ളൂ. നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ. അങ്കമാലി നഗരസഭയിൽ ഈ പറയുന്ന അത്രം എണ്ണം ശുചീകരണ വിഭാഗം തൊഴിലാളികളുണ്ട്. ഏതിലൊരു പ്രദേശത്ത് പുല്ല് വെട്ടണമെങ്കിൽ ഒരാൾ മരിക്കേണ്ട അവസ്ഥയാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പുല്ല് വെട്ടും, അതല്ലെങ്കിൽ പുല്ല് വെട്ടില്ല. എല്ലാ പ്രദേശവും കാട് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. 12 ബുഷ് കട്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 12 മെഷീനും കംപ്ലൈന്റ് ആണ്. ഇപ്പോ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ കൗൺസിലർമാർ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഇപ്പൊ ചില മെഷീൻ വാങ്ങിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ബഹുഭൂരിപക്ഷം മെഷീനും കംപ്ലൈന്റ് ആണ്. അപ്പൊ എന്താണ് ഇവർ നടപ്പാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു പിടി കിട്ടാത്ത അവസ്ഥയാണ്. സുഖലോലുപരായി ഇവിടുത്തെ ഭരണപക്ഷ കൗൺസിലർമാർക്ക് വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പോയതിനു വേണ്ടി ഒരു സൗകര്യം എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ ഭരണ സംവിധാനത്തെ ഇവർ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഒരു തരത്തിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവിഷ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പല പദ്ധതികളും അട്ടിമറിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? നഗരസഭാ ചെയർമാൻ പുതിയൊരു വാഹനം വാങ്ങി. വാഹനം ആവശ്യമാണെങ്കിൽ വാങ്ങിച്ചുടങ്ങി, ഞങ്ങൾ ഇതിലല്ല. ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നടത്താതെ ചെയർമാൻ 10-16 ലക്ഷം രൂപ മുടക്കി ചെയർമാന്റെ വാഹനത്തിന് വലിയ കുഴപ്പമൊന്നും നിലവിലില്ല. ഒരു പുതിയ വാഹനം വാങ്ങിച്ചു. അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നഗരസഭാ ചെയർമാന് പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇതിനു മുമ്പുള്ള ചെയർമാനും വെക്കാമായിരുന്നു, ആ ചെയർമാനും വെച്ചിട്ടില്ല. ചെയർമാന്റെ സ്റ്റാഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് പോലും സഹായിക്കാൻ ആളുണ്ടായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. നഗരസഭാ ചെയർമാന്റെ ക്യാബിൻ ശീരീകരിച്ചു, ലക്ഷങ്ങൾ മുടക്കി, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. നടക്കേണ്ട കാര്യങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിലല്ല. പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആർഭാടപരമായിട്ടുള്ള കാര്യം നടപ്പാക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി ഇത്തരത്തിലൊരു സമരം ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കാൻ അങ്കമാലി മുനിസിപ്പൽ LDF തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരസഭകളിൽ ഒന്നാണ് അങ്കമാലി. 30 വാർഡ് കൗൺസിലർമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും പിന്തുണയും നഗരസഭാ ഭരണസമിതിക്കുണ്ട്. എന്നിട്ടും ഒരു വികസന പദ്ധതിയുടെ പ്രോജക്റ്റ് പോലും സമർപ്പിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അങ്കമാലി നഗരസഭയുടെയും MP, MLA എന്നിവരുടെയും അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ നഗരസഭയുടെ ഒരു പരിപാടിയിലും പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും മുൻ ചെയർമാനും ജനതാദൾ സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ ബെന്നി മൂഞ്ഞേലി പറഞ്ഞു. സ്വതന്ത്രമായി 30 കൗൺസിലർമാർ കൂടി ആലോചിച്ച്, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള 16 കൗൺസിലർമാർ ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് അങ്കമാലി നഗരപട്ടണ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 4 വർഷം കൊണ്ട് തുടക്കം വയ്ക്കാനോ പൂർത്തീകരിക്കാനോ സാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കുറ്റവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. മറിച്ച് വേറൊരു കാര്യം, ഞങ്ങൾ 10 പേരാണ് ഉള്ളത്. 30 പേരിൽ 10 പേരാണ് ഇടതുപക്ഷ കൗൺസിലർമാരുള്ളൂ. ഈ 10 പേര് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ നിന്ന് ആരെങ്കിലും മാറി നിന്ന ഒരു സാഹചര്യം ഈ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും
ആരുടെ പരിപാടിയാണെന്ന് പറഞ്ഞാലും അങ്കമാലി നഗരസഭയിലെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ നഗരസഭ തയ്യാറാകാത്തിടത്തോളം കാലം ഒരു പരിപാടികളിലും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല. ഇനി ഞങ്ങൾക്ക് 4 കൊല്ലം ഞങ്ങൾ മാക്സിമം സഹകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്. അങ്കമാലി നഗരസഭ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭകളിലൊന്നാണ്. 8.5 കോടി രൂപ ബാങ്ക് നിക്ഷേപവും ഏതാണ്ട് 4.5 കോടി രൂപയോളം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് അതിൻ്റെ ആനുകൂല്യം മേടിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരസഭ അങ്കമാലിയാണ് പല ഉദ്യോഗസ്ഥരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഡെപ്പോസിറ്റ് ഉള്ളൂ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, മറ്റെല്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ സ്ഥലങ്ങളിലൊക്കെ ജീവനക്കാർക്ക് ശമ്പളം ഒറ്റ ഗഡുവായിട്ട് കിട്ടാറില്ല. കാരണം റവന്യൂ അവർ കളക്ട് ചെയ്ത് അവിടുന്ന് ശമ്പളം കൊടുക്കണം. എന്നാൽ അങ്കമാലി നഗരസഭയിൽ 2-ാം തീയതിക്ക് മുമ്പ് മുനിസിപ്പൽ കൗൺസിലേഴ്സിനും ചെയർമാനും ജീവനക്കാർക്കും 2-ാം തീയതിയോ 3-ാം തീയതിയോ ശമ്പളവും ഓണറേറിയവും മറ്റ് അലവൻസുകളും ഒക്കെ കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ അങ്കമാലി മാത്രമേ ഉള്ളൂ. അങ്കമാലിയിലെ സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്ന പൈസ, നഗരസഭയ്ക്ക് കൊടുക്കുന്ന പൈസ, അങ്കമാലിയിലെ ജനങ്ങളുടെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാതെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും അവരുടെ ജോലിഭാരം കുറച്ച്, അതായത് ജോലിഭാരം കുറയ്ക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റവന്യൂ വരുമാനത്തിൽ കളക്ഷന് പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ സമ്മർദ്ദം ചെലുത്തി നികുതി അടപ്പിക്കേണ്ട ഒരു ബാധ്യതയൊന്നും അവർ ഏറ്റെടുക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ 2000 രൂപയിൽ കൂടുതൽ കുടിശ്ശികയുള്ള ഒരാളുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ ജീവനക്കാർ 2-3 പ്രാവശ്യം വിളിക്കും. പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാർ അല്ലെങ്കിൽ ഈ ആളുകളെ പോയി കാണും. ചേട്ടാ, പൈസ അടയ്ക്കണം, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പൈസയില്ല. എന്നാൽ അങ്കമാലി നഗരസഭയിലെ ഒരു കൗൺസിലറോ ഒരു ജീവനക്കാരനോ അത്തരത്തിൽ റവന്യൂ കുടിശ്ശികയുള്ള ആളുകളുടെ അടുത്ത് പോയി ഒരു സമ്മർദ്ദം ചെലുത്തി 10 പൈസ പോലും ഖജനാവിലേക്ക് സ്വരൂപിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഏതാണ്ട്, എൻ്റെ കണക്ക് കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് 6-7 കോടി രൂപയോളം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അങ്കമാലി നഗരസഭയ്ക്ക് ലഭ്യമാകേണ്ട തുകയുണ്ട്. നമ്മൾ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. കേസിന്റെ നിലപാട് തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷത്തിലധികമായി. ഇതുവരെ അതൊരു കോംപ്രമൈസ് ഉണ്ടാക്കാനോ അതിനേതെങ്കിലും തരത്തിൽ ഇതിന് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിലവിൽ വരുത്താനോ, അതല്ലെങ്കിൽ ഇത്തരം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം പോലെയുള്ള വലിയൊരു സംസ്ഥാനത്തിന്റെ CSR ഫണ്ടിൽ നിന്നൊന്നും ഒരു പൈസയും നമുക്ക് ലഭ്യമാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല. അതിന് മുമ്പുണ്ടായിരുന്ന LDFന്റെ ഭരണസമിതി കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ഭാഗമായി പോയി കണ്ട് പലതരത്തിലുള്ള ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി മേടിച്ചെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൗൺസിലർമാരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 8.5 കോടി രൂപ നിക്ഷേപം കിടക്കുന്ന നഗരസഭ ഓരോ വാർഡിന് റോഡ് വികസനത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഈ വർഷം 6 ലക്ഷം രൂപയാണ്. ചില ആളുകൾക്ക് 10 കൊടുത്തിട്ടുണ്ട്, ചില ആൾക്ക് 15 കൊടുത്തിട്ടുണ്ട്, ചില ആൾക്ക് 3.5 കൊടുത്തിട്ടുണ്ട്, ചില ആൾക്ക് 4 കൊടുത്തിട്ടുണ്ട്. ആവറേജ് കണക്കാക്കുന്നത് 6 ലക്ഷം രൂപയാണ്. അതായത് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് 8.5 കോടി രൂപയാണ്. ഇതിന്റെ മറ്റൊരു വിരോധാഭാസത്തിലേക്കും കൂടി കടന്നുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ഇവിടെ എല്ലാ ആഴ്ചയിലും എല്ലാ 10-15 ദിവസം കൂടുമ്പോഴും ഇവിടെ ഉദ്ഘാടനങ്ങളുണ്ട്. ഉദ്ഘാടനങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട MLA അല്ലെങ്കിൽ MP ഒക്കെയാണ്. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ജനപ്രതിനിധികളാണ് ഉദ്ഘാടനം നടത്തേണ്ടത് കാര്യങ്ങൾ. ഉദ്ഘാടനം ചെയ്തു പോകുന്ന പരിപാടികൾ എത്രമാത്രം അത് പൂർത്തീകരണത്തിൽ എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നതിൽ MP-യും MLA-യും പരാജയമാണ്. അത് നമ്മൾ പറയുമ്പോൾ നഗരസഭയുടെ കാര്യത്തിലാണ് ഇപ്പം ഞാൻ പറയുന്നുള്ള ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അതല്ലേ റൈറ്റുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലത്. ഒരു ഫോളോ അപ്പ് ഇല്ല. ഉദ്ഘാടന മാമാങ്കങ്ങൾ തദ്ഗൃതിയായിട്ട് നടക്കുന്നു, പക്ഷെ അതിൻ്റെ ഒരു പൂർത്തീകരണം എവിടെ എത്തുന്നുണ്ട്, എന്തെത്തുന്നുണ്ട്, ഒരു ഫോളോ അപ്പ് ഇല്ല. ഇന്നിപ്പോൾ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തു, അടുത്ത ആഴ്ച വരുമ്പോൾ സാമാന്യ ബുദ്ധിയെ ചോദിക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി എന്തായി, ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടോ ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കുണ്ട്. അത് അവർ നടത്തുന്നില്ല. അതാണ് നമ്മുടെ ഇവിടെ ഒരു ആഘോഷമായി മാത്രം ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ വരുന്ന അടുത്തൊരു പരിപാടികളുടെ ഒരു ഘോഷയാത്ര. അതല്ലാതെ ഈ നാട്ടിൽ ഇനി തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി ഇല്ല എന്ന് എനിക്കറിയാം.
എന്നിരുന്നാലും ഞാനൊരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്. ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി കഴിഞ്ഞ 4 വർഷം കൊണ്ട് അങ്കമാലി നഗരസഭയുടെ തനതായ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ തനതായ കാഴ്ചപ്പാടോടുകൂടി എന്തെങ്കിലും ഒരു പരിപാടി നടന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ഈ ഒരു വർഷം ഞങ്ങൾക്ക് ചുരുങ്ങിയ സമയമുള്ളൂ. 4 കൊല്ലം ഞങ്ങൾ ക്ഷമിച്ചു. ഇനിയും യാതൊരു പരിപാടികളിലും, ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഞാനിത് പറയുന്നത്, ഞാൻ പറയാണ്, പ്രതിപക്ഷ നേതാവ് അടക്കം പരിപാടികളിൽ പോയി പങ്കെടുക്കില്ല. പ്രതിഷേധമാണ്, സഹകരിക്കാത്ത നിസ്സഹകരണ പ്രതിഷേധമാണ്. പരിപാടികൾ നന്നായി നടത്തുന്ന ഒരു സാഹചര്യം വന്നാൽ 100% ഞങ്ങൾ സഹകരിക്കും. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ UDF ഭരണസമിതിയുമായിട്ട് ഒരു കാര്യത്തിലും മറ്റു തരത്തിലൊരു ഉഡായിപ്പ് ഉദ്ഘാടനങ്ങളില്ലേ, ആ ഉദ്ഘാടനങ്ങൾക്ക് ഞങ്ങളില്ല. ഗവൺമെൻറ് ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിക്ക് വലിയ മാസ്റ്റർ പ്ലാൻ 2013-14 സജി വർഗീസ് അടക്കമുള്ള ഞങ്ങളുടെ കൗൺസിൽ ഇരുന്ന സമയത്ത് 2 ലക്ഷം രൂപ കൊടുത്ത് കൺസൾട്ടൻസിനെ വെച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാണ്. മാസ്റ്റർ പ്ലാനുകൾ ഇത് ഒരു ഗതികേട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടക്കത്തിൻ്റെ പുനർത്തുടക്കമാണ് ഈ ഭരണസമിതി എന്നുള്ള രീതിയിൽ കാണാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അങ്കമാലി നഗരസഭയാണ്. ഇപ്പം അങ്കമാലിക്ക് ഒരു ടൗൺ ഹാള്, അത് 50-51 സെന്റ് സ്ഥലം അങ്കമാലിയുടെ ഹാർട്ടായിട്ടുള്ള സ്ഥലത്താണ്. അന്ന് അതിന് കോടിക്കണക്കിന് രൂപയും നമ്മൾ വകയിരുത്തിയതാണ്. ഇനിയും അങ്കമാലി നഗരസഭയ്ക്ക് മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട്. കേരളത്തിലെ മറ്റേതൊരു നഗരസഭ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായ ലോൺ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒരു സ്വയം പര്യാപ്തതയുള്ള ഒരു നഗരസഭയാണ് അങ്കമാലി. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് 10, 25, 50 കോടി രൂപ സ്വയമായി നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുള്ളൊരു നഗരസഭയാണ്. അതൊന്നും ചെയ്യാതെ ഈ നാടിനെ ഇങ്ങനെ വീർപ്പുമുട്ടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം, മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ, അതാണ് മറ്റൊരു വലിയ തലവേദന. 2 കൊല്ലം റെജി മാത്യു ഇരുന്നു, 2 കൊല്ലം കോൺഗ്രസിന്റെ പല ആളുകളും, ഇപ്പോഴത്തെ ചെയർമാൻ അടക്കം വളരെ അകന്ന നിസ്സഹകരണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോ മാത്യു തോമസ് ചെയർമാനായിട്ട് വന്നു. റെജി മാത്യു അടക്കമുള്ള ആളുകളെ ഏറ്റവും പുറകിലെ ബെഞ്ചില, ഞങ്ങളെക്കാൾ പുറകിലിരിക്കണേ. ഞങ്ങളെക്കാൾ വലിയ പ്രതിപക്ഷമായിട്ടാണ് റെജി മാത്യു അടക്കമുള്ള മുൻ ചെയർമാന്മാർ പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു മാറ്റവും കൂടി ഉണ്ടാവും എന്ന് പറയണു. അങ്കമാലിയുടെ ശാപം എന്ന് മാറും. അതാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് തുറന്ന് കാണിക്കാനും ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് 15-ാം തീയതി വാഹനജാഥയും 25-ാം തീയതി 20-ാം തീയതി സമരപരിപാടികളുമായിട്ട് പോകുന്നത്. നിങ്ങൾ കഴിയാവുന്നത്ര അതിനോട് സഹകരിക്കുക. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ടുള്ള ഒരു സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും ന്യായമായ കാര്യങ്ങൾക്ക് സമരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നന്ദി. ഇടതുപക്ഷ കൗൺസിലർമാര് ഞങ്ങൾ വെച്ച ഈ പ്രപ്പോസലിനെതിരായിരുന്നു എന്നവർ പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞങ്ങൾ പറയാം. അതല്ലാതെ അവരൊരു പ്രപ്പോസൽ വെക്കാതെ ഇന്നത് നടത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരും ഭരണ ആൾക്കാരും ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും കൂടി മുൻപിൽ വയ്ക്കുന്ന ഒരു കാര്യം, ഈ നാട്ടിൽ ശ്മശാനം വേണം. ശ്മശാനം ഒരു അത് നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഈ ടൗൺ പ്രദേശമായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ക്രമറ്റേറിയം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവന്നത്. ഇപ്പോഴും നിശ്ചലമാണ്. മദർ ആൻഡ് ചൈൽഡ് വാർഡ് ജോസ് തെറ്റേലെ MLA കാലത്ത് അതിന് തുടക്കം കുറിച്ച് കാര്യങ്ങൾ വന്നു. റോജി M. ജോൺ MLA വന്നു. അതിൻ്റെ അകത്ത് മറ്റ് ബെന്നി ബെഹനാൻ MP വന്നു. എല്ലാവരും സഹകരിച്ചു. ആര് സഹകരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ വീണ്ടും അവിടെ ഒരു ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള സ്ഥല സൗകര്യങ്ങൾ നമ്മൾ എപ്രകാരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടില്ല. നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇപ്പം അവിടെ നമ്മുടെ ദന്ത ഡോക്ടറുടെ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനായിട്ട് മറ്റിഷ്ടം പോലെ സന്നദ്ധ സംഘടനകൾ തയ്യാറായി വരുന്നൊരു കാലഘട്ടമുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയോടും പല സന്നദ്ധ സംഘടനകളും അതിന് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഏകോപിപ്പിച്ച് കൊണ്ട് നടത്താനായിട്ട് നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി ഇവിടുത്തെ MPയോ MLAയോ ചെയർമാൻമാരോ അല്ലെങ്കിൽ ഇത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം 3 ഭരണകർത്താക്കളാണ് ഉള്ളത്. MP ഉണ്ട്, കോൺഗ്രസിന്റെയാണ്. MLA ഉണ്ട്, കോൺഗ്രസിന്റെയാണ്. ചെയർമാൻ ഉണ്ട്, കോൺഗ്രസിന്റെയാണ്. ഇവർ 3 പേരും കൂടി ഇല്ല, പണ്ട് മരിച്ചുപോയ ബേബിച്ചേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട് എപ്പോഴും, ഒരു നൂലിൽ കോർത്ത പൂക്കളെ പോലെ നിൽക്കേണ്ടവരവരാണ്, ഞങ്ങളല്ല. ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വിയോജനം എഴുതുകയോ അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അവർ ചൂണ്ടിക്കാണിച്ചാൽ മതി, ഇന്ന കാര്യത്തിന് നിങ്ങൾ എതിരാണ്, അത് നിങ്ങൾ മാറ്റണം, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ മാറ്റിത്തരാം. ഞങ്ങളുടെ ഭാഗം തർക്കമില്ല.
ഡിസംബർ 20 രാവിലെ 9 മുതൽ നഗരസഭാ കവാടത്തിൽ ഏകദിന സത്യാഗ്രഹം ആരംഭിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് സമരം ഉദ്ഘാടനം ചെയ്യും. LDF കൗൺസിലർമാരും നേതാക്കളും പൊതുജനങ്ങളും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭ മുൻ വൈസ് ചെയർമാൻ സജി വർഗീസ് അറിയിച്ചു. ഈ 30 വാർഡുകളിലും റോഡുകൾ വളരെ ശോച്യമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ജോസ്പുരം പാലിയേക്കര റോഡ് കിഴക്കപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ്. വളരെ മോശമായ അവസ്ഥ, പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി വളരെ ശോച്യാവസ്ഥ കിടക്കുകയാണ്. തിരിഞ്ഞു നോക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കൗൺസിലർമാർ നിരവധി സമരങ്ങൾ നഗരസഭയിൽ നടത്തുകയുണ്ടായി. പ്രതിപക്ഷം എന്ന നിലയിൽ ഇവർ അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ മാസം തോറും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. പക്ഷേ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അയ്യാഴിപ്പാടത്ത് ഒരു MCF പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മുഴുവനുമായിട്ടും അവിടെ ശേഖരിച്ച് അത് സോർട്ട് ചെയ്ത് അത് കൊണ്ടുപോവുകയാണ്. ആ MCFൻ്റെ അവസ്ഥ നേരത്തെ ഏരിയാസ് പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി കാണണം. വളരെ മോശമായ രീതിയിൽ പ്ലാസ്റ്റിക് ആ പ്രദേശം മുഴുവൻ കുന്നുകൂടി. ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ പ്രദേശം മുഴുവൻ കത്തി നശിക്കുന്ന സ്ഥിതിയിലേക്ക് അവിടെ MCFനെ മാറ്റിത്തിരിക്കുകയാണ്. അവിടെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ 100 കണക്കിന് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വലിയ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നഗരസഭയിൽ നിന്ന് തന്നെ വീട് പണിത് കൊടുത്ത് നമ്മുടെ ഈ തൊരപ്പങ്കോലിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച ഒരു 14 കുടുംബങ്ങൾ അവിടെയുണ്ട്. അവരൊക്കെ തന്നെ വലിയ ഭീതിയില്ല. അവർ പറയണമെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ജീവന് യാതൊരു സുരക്ഷിതത്വം അവിടെ കിട്ടില്ല എന്നുള്ള നിലയിലാണ് ആ പാവങ്ങൾ പറയുന്നത്. ഞങ്ങളൊക്കെ പോയി കണ്ടതാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നമ്മൾ ഒരു അക്കിത്തം സ്മാരക ഓപ്പൺ സ്റ്റേജ് പണിതുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ധാരാളം ആളുകൾ വൈകിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നടപ്പൊക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കാനും എന്തെങ്കിലും ചെറിയൊരു പൊതുയോഗം നടത്താനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ അക്കിത്തം സ്മാരക ഓപ്പൺ സ്റ്റേജ് അവിടെ സ്ഥാപിച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് അതിൻ്റെ 17 സെൻറ്റ് സ്ഥലത്താണ്. അവിടെ മനോഹരമായ രീതിയിൽ ടൈലൊക്കെ വിരിച്ച് ലൈറ്റൊക്കെ സ്ഥാപിച്ച് സിമെൻറ്റ് ബെഞ്ചുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ആളെ ഇരുത്തണം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം, ഈ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാർഡ് കൗൺസിലർ അജിത ഷിജോ പലവട്ടം ചെയർമാനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കണ്ട് സംസാരിച്ചാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ ശ്മശാനം പണിയാനുള്ള പരിപാടി നഗരസഭ അധികൃതർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അക്കിത്തം ഓപ്പൺ സ്റ്റേജിനെ മാറ്റിക്കൊണ്ട് അവിടെ നഗരസഭയുടെ പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് പണിയാണ് ഇപ്പോൾ ഇവർ ആലോചിക്കുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കൊടുക്കാത്ത സ്ഥിതി, പെൻഷൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കാത്ത സ്ഥിതി, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ 20-ാം തീയതി സമരം തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 9:30 മണിക്ക് സമരം ആരംഭിച്ച് നമ്മൾ അങ്ങനെയാണ് ഉപവാസ സത്യാഗ്രഹ സമരം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നഗരസഭയുടെ പ്രവർത്തനത്തെ യാതൊരു തരത്തിലും ബാധിക്കാതെ, ജീവനക്കാരൊന്നും തടയാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഒരു ഉപരോധ സമരമല്ല, മറിച്ച് ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പാകെ പറയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ഒരു 4 മണി വരെ നമ്മൾ സത്യാഗ്രഹ സമരം എന്നുള്ള നിലയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ജോൺ ഫെർണാണ്ടസ് ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ആരാധ്യനായ മുൻ മന്ത്രിയായിട്ടുള്ള ജോസ് തെറ്റയിലാണ്. അപ്പോൾ ജോസ് തെറ്റയിൽ സമാപന യോഗവും അതിന് ഉദ്ഘാടന യോഗം ശ്രീ ജോൺ ഫെർണാണ്ടസും ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി 2 ജാഥകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച 15-ാം തീയതി ഞായറാഴ്ച ചമ്മന്നൂർ വെച്ചിട്ടാണ് ഈ ജാഥകൾ. 2 ജാഥകളാണ്. ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്, ഒരു ജാഥ നയിക്കുന്നത് TV ഇലിയാസും, മറ്റൊരു ജാഥ നയിക്കുന്നത് ബെന്നി മൂഞ്ഞേലിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ബെന്നി മൂഞ്ഞേലിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പകരം നമ്മൾ കൗൺസിലർമാരായ ആരെങ്കിലും നമ്മൾ തീരുമാനിക്കും. അത് 15-ാം തീയതിയാണ്. 15-ാം തീയതി 3 മണിക്ക് ചമ്മന്നൂർ പാറപ്പുറത്ത് വെച്ചിട്ട് CPIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KM ദിനകരനാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ വാർഡുകളിലേക്കും കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജാഥ. അപ്പോൾ ഈ 2 ജാഥ ഈ 15-ാം തീയതി നടക്കും. അതിൻ്റെ ഭാഗമായി സമരം 20-ാം തീയതി നടക്കും. ഈ സമരത്തോടു കൂടി ഇത് മുഴുവൻ കറക്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായി 20-ാം തീയതി നടക്കുന്ന സമരം ഒരു സൂചന സമരം മാത്രമാണ്. അതിൻ്റെ തുടർച്ചയായി നിരവധി സമരങ്ങൾക്ക് അങ്കമാലി നഗരസഭ
സാക്ഷിയാകേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ. സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായി ഡിസംബർ 15-ന് 2 വാഹന പ്രചരണ ജാഥകൾ നടത്തും. നഗരസഭയിലെ 30 വാർഡുകളിലും ജാഥ പ്രചരണം നടത്തും. CPI നേതാക്കളായ OG കിഷോർ, MS ചന്ദ്രബോസ്, നഗരസഭ LDF കൗൺസിലർമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കൃഷി വകുപ്പും നഗരസഭയും കൂടി ചേർന്ന് കൃഷിക്കാർക്ക് വേണ്ട വളം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി നമ്മുടെ ഓരോ വാർഡുകളിലും അപേക്ഷ സ്വീകരിച്ച് അത് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. എല്ലാ വർഷവും ഉള്ളതാണ്. ഈ വർഷം വളം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ADC മീറ്റിംഗ് കഴിഞ്ഞ നഗരസഭയിൽ 20 ദിവസം മുമ്പ് കൂടിയപ്പോൾ ആ വളത്തിന് ലീസ്റ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉടനെ വിതരണം ചെയ്യുന്നതാണെന്ന് കൃഷി ഓഫീസർ ഉൾപ്പെടെ നമുക്ക് ലീസ്റ്റ് കൊടുത്ത് ഓക്കെ ആക്കാം എന്ന് സംസാരിച്ച് പിരിച്ചാണ്. പക്ഷേ ഇതുവരെ നഗരസഭയിൽ നിന്ന് ലീസ്റ്റോ അതിൻ്റെ ഫണ്ടോ അനുവദിച്ചിട്ടില്ല. അവിടെ ഫണ്ടില്ലാത്തതല്ല കാരണം. സാധാരണ രീതിയിൽ വാഴ, ജാതി തുടങ്ങി തെങ്ങിനൊക്കെ വളമിടുന്ന സമയം കഴിഞ്ഞു. 2 മാസം മുമ്പാണ് അത് ഇടേണ്ടത്. ഇനി അത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെപ്പോലുള്ളവർ ഇതൊക്കെ ഇതിൻ്റെ പെർമിറ്റും കാത്ത് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഈ സാധനം നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞ് ഇതേവരെ എനിക്ക് ലീസ്റ്റ് തന്നിട്ടില്ല. ആദ്യം തന്നൊരു ലിസ്റ്റ് അപൂർണമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പിടിച്ചു. പൈസ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ ഒരു തീരുമാനം പറഞ്ഞിരുന്നു, നമുക്ക് ഈ സബ്സിഡി 75% ഫുൾ എമൗണ്ട് കൊടുത്ത് വളം മേടിക്കുന്നത് നിർത്തലാക്കിയിട്ട് 25% സബ്സിഡി തുക കർഷകരിൽ നിന്ന് ഈടാക്കിയിട്ട് വളത്തിനുള്ള പെർമിറ്റ് കൊടുത്താൽ ഈ പൈസ ഒരുമിച്ച് അടയ്ക്കേണ്ട. കൃഷി ഓഫീസുകാർക്ക് ഒരുപാട് പണി ഭാരം കുറയും. അല്ലെങ്കിൽ ഇതെല്ലാം അക്കൗണ്ടിലേക്ക് കയറ്റി പൈസ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ പൈസ അക്കൗണ്ടിൽ കയറാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളം സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു 22 ദിവസമായി ഇതേവരെ എൻ്റെ നടപടി. ഞാൻ എല്ലാ ദിവസവും കൃഷി ഓഫീസറെ വിളിച്ച് ചോദിക്കും എന്തായി ലിസ്റ്റ് വന്നോ എന്നുള്ളത്. അപ്പോൾ ഇതേവരെ കൊടുത്തിട്ടില്ല. അത് ഫണ്ടില്ലാണ്ടല്ല, നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ്. പിന്നെ എനിക്ക് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അങ്കമാലി പട്ടണത്തിൽ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. നമുക്കൊരു ആശുപത്രിക്ക് ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ വരെ മണിക്കൂറുകളോളം ചിലപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എനിക്ക് ഇതിൻ്റെ നഗരസഭയ്ക്ക് ഇതിനുള്ളൊരു പങ്ക് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമായി. ഞാൻ LF ഒരു എൻഡോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട് അവിടെ പോകേണ്ട ഒരാവശ്യം വന്നു. അപ്പോൾ എൻ്റെ വാഹനം രാവിലെ വന്നപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി വെച്ചു. അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ പേഷ്യൻറ്റിന് ഷുഗർ ലെവൽ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് സ്പ്രൈറ്റോ മധുരമായിട്ട് എന്തെങ്കിലും പനിയോ ഉടനെ കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വാഹനം എടുത്തുകൊണ്ടുപോയി ഞാൻ സ്പ്രൈറ്റ് വാങ്ങിച്ച് വന്നപ്പോൾ അവിടെ എങ്ങും വണ്ടി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയയിൽ അവിടെ പാർക്കിംഗ് ഏരിയ അല്ല, അവിടെ ഡോക്ടർമാർക്ക് മാത്രം വാഹനം വെക്കേണ്ട സ്ഥലമാണ്. അതിൻ്റെ എതിർവശത്താണ് ഈ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വാഹനം വെച്ച് ഈ സ്പ്രൈറ്റ് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വാഹനം. അപ്പോൾ ഞാനിത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ പാർക്കിംഗ് ഏരിയയിലൊന്നും എൻ്റെ വാഹനമില്ല. നേരെ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് 2 പേര് അവിടെ വന്നിരിക്കുകയാണ്, സ്ത്രീകൾ. എൻ്റെ ചേട്ടാ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്കൂട്ടർ കാണാനില്ല. ഈ സെക്യൂരിറ്റിക്കാർ ഒരു തരം പ്രത്യേക ചിരി, ഒരു കളിയാക്കലും. എന്നിട്ട് മറ്റേ സെക്യൂരിറ്റിക്കാരൻ വെച്ച് ഇത് എവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയും. അതായത് അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ മോർച്ചറിയുടെ ഫ്രണ്ടിൽ ഒരു 300ഓളം ബൈക്കുകൾ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം അടച്ചു കെട്ടി അവിടെ കെട്ടിടങ്ങൾ പണിയാണ്, നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് അനുമതി വാങ്ങിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ പാർക്കിംഗ് ഏരിയ ഡയറക്ടർ ബോർഡ് അവർ അടച്ചു കെട്ടുന്നു. എന്നിട്ട് അതിന് പകരം വേറൊരു സ്ഥലം നമുക്കവിടെ, ഞാൻ ഡയറക്ടറേറ്റിനായിട്ട് സംസാരിച്ച് പറഞ്ഞു ഇവിടെ ജോസ് തെറ്റയിലിൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഞങ്ങൾ അതിനെ സജ്ജീകരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ യാതൊരു രീതിയിലും നമുക്ക് പാർക്കിങ്ങിന് സാധിക്കുന്നില്ല. അത് നഗരസഭയ്ക്ക് ഞാൻ നഗരസഭാ സെക്രട്ടറിയെ കണ്ടു, ചെയർമാനെ കണ്ടു വിവരം പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു എനിക്ക് വേറെ ആൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അവർ നടപടി എടുക്കും, ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്നാണ് മിനിഞ്ഞാന്ന് പറഞ്ഞത്. ഞാൻ ഇന്നലെ LF ചെന്നപ്പോൾ ഇന്നലെ അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്, 4 പണിക്കാർ അവിടെ പണിയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നഗരസഭയിലെ സെക്രട്ടറി പറയുന്നതും ചെയർമാൻ പറയുന്നതൊന്നും നമുക്ക് ഗുണകരമായ കാര്യങ്ങളല്ല. അല്ലെങ്കിൽ സെക്രട്ടറി ഒന്ന് മെമ്മോ കൊടുക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലെ പണിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പോയിട്ടില്ല, ഞാൻ പോകാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നഗരസഭ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാഹന ഗതാഗതത്തിന് ഇത്രയും ട്രാഫിക് വരാനുള്ള ഒരു മുഖ്യ പങ്ക് നഗരസഭയുടെ ശ്രദ്ധ കുറവാണ്. പല സ്ഥാപനങ്ങളിൽ പാർക്കിംഗ് ഏരിയ മാറ്റി മറ്റു സ്ഥാപനങ്ങളാക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതെല്ലാം ഈ നഗരസഭ ചെയ്യുന്ന തെറ്റുകളാണ്. ഇതെല്ലാം തിരുത്തുന്നതിന് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് 20-ാം തീയതി നമ്മൾ ഏകദിന സത്യാഗ്രഹം നടത്തുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ
പ്രചരണാർത്ഥം എല്ലാ വാർഡുകളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 15-ാം തീയതി 2 മേഖലാ ജാഥകൾ ഇവിടെ തുടങ്ങുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.